കേസിന്റെ അവസ്ഥ ഇപ്പം കോടതിയിലാണ്. നമ്മൾ കൊടുത്ത പരാതിയിൽ, അതായത് പോലീസിന് ഞാൻ നേരിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ പോലീസ് 6 മാസം കൊണ്ട് എല്ലാ വിദഗ്ധമായി തെളിയിച്ചു കഴിഞ്ഞു. അതിന് മുമ്പേ പിന്നെ കത്രിക വയറ്റിൽ നിന്ന് എടുത്തൊരു സംഭവം, അതിൽ ആർക്കും തർക്കമില്ല. മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പം അവിടെ ഇനി പോയി തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇത് ആര് ചെയ്തു എന്നുള്ളതും അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. എവിടെ 3ാമത്തെ സർജറിയിലാന്നുള്ള പോലീസ് വിദഗ്ധമായി തെളിയിച്ചു കഴിഞ്ഞു. ഇനി അവർക്കുള്ള ശിക്ഷാ നടപടിക്ക് വേണ്ടിയിട്ടാണ് ക്രിമിനൽ കേസ്. പോലീസ് യഥാസമയം കേസ് എടുത്തിരുന്നില്ലേ? പ്രോസിക്യൂഷൻ കേസ് ഇട്ടു അല്ലേ? നമ്മൾ കേസ് കൊടുത്തു, FIR ഇട്ടു, അന്വേഷണം തുടങ്ങി. 6 മാസത്തിന് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. 2023 ഡിസംബറിൽ അവർ കുറ്റപത്രം സമർപ്പിച്ചു കുന്നമംഗലം കോടതിയിൽ. അപ്പം നമ്മൾ ആശ്വസിച്ചു, ഇനി ഒരു വിചാരണ വരും. പക്ഷെ അവിടെ ഒന്നും നമ്മൾ കത്രിക കുടുങ്ങിയോ ഇല്ലേ, അല്ലെങ്കിൽ ഇവിടെ മെഡിക്കൽ സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. എത്ര കൊല്ലം ഈ കത്രികയായിട്ട് നടന്നു? 5 വർഷം. ഏത് ഓപ്പറേഷൻ പോയപ്പോഴാണ് കത്രിക കുടുങ്ങിയത്? 3 സിസേറിയനാണ് നടന്നിട്ടുള്ളത്. 3ാമത്തെ സിസേറിയനിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയ ആ ഒരു സർജറിയിലാണ് നടന്നിട്ടുള്ളത് ഉറപ്പാണ്, അതിലൊരു സംശയം. സമരം ചെയ്ത് മടുത്തോ നിങ്ങൾ? നീതി കിട്ടുന്നവരെ സമരം ചെയ്യും എന്നുള്ളതാണ്. കാരണം അവർ പറയുന്ന കാര്യത്തിൽ നീതി നൽകാതിരിക്കാനുള്ള കാര്യത്തിൽ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. കാരണം അത്രക്കും ഇതിവിടെ മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. ഇപ്പൊ അവർ പറയുന്നത് നീതി തരാൻ കോടതിയിലാണ്, അത് കോടതിയിൽ നിന്ന് വരട്ടെ എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അടക്കം പറയുന്നത്. കോടതി പറയേണ്ടത്, കോടതി അല്ലല്ലോ നഷ്ടപരിഹാരം തരേണ്ടത്. ഇവിടെ മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നുണ്ട്, വയറ്റിൽ കത്രിക പുറത്തെടുത്തതൊക്കെ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നാണ്. ആ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത കത്രിക എടുത്തത് പിന്നെ പോയി കോടതി തെളിയിക്കുക എന്ന് പറയുമ്പോൾ അത് കോടതി തെളിഞ്ഞ കാര്യം പിന്നെ വീണ്ടും കോടതി തെളിയിച്ച് നമ്മളെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ്. അർച്ചനയ്ക്ക് നീതി ലഭിച്ചില്ല എന്നാണ് നിങ്ങളുടെ പക്ഷം അല്ലേ? തീർച്ചയായും. ഞാൻ വരാം. ഡോക്ടർ ലാല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സാഹചര്യമൊക്കെ അറിയാം. അതേസമയം നമ്മുടെ സർക്കാർ ആശുപത്രികളെ ജയിക്കൊക്കെ പറഞ്ഞ പോലെ നിലനിൽക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരുടെ ആവശ്യമാണ്. ഇത്രയധികം ആളുകൾ വരുന്നൊരു പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഒരു ബെഡിൻ്റെ അടിയിൽ കിടക്കുന്ന ആൾക്കാർ എല്ലാം കൂടെ കണക്കൂട്ടിയ കാര്യത്തിൽ എല്ലാ സ്വകാര്യ ആശുപത്രിയിലും അത്രയും രോഗികൾ കാണത്തില്ല. അപ്പോൾ അത്രയും കൂടുതൽ ആൾക്കാർ കയറി കിടക്കുന്ന സ്ഥലമാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു പല കാരണങ്ങളും കൊണ്ട്. എല്ലാവർക്കും നല്ല ആരോഗ്യ പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷേ ഇതിനെ ഇപ്പോൾ ഡോക്ടർ ലാൽ എങ്ങനെയാണ് കാണുന്നത്? കാരണം ജയിക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരു ആശാകേന്ദ്രമായ ഇങ്ങനെയുള്ള സർക്കാർ സ്ഥാപനങ്ങളെ നമ്മൾ 4-5 അല്ലെങ്കിൽ 41 പേരുടെയോ ഉദാഹരണങ്ങൾ കാണിച്ച് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അല്ല, ഈ വിഷയം ജയിക്ക് പറയുന്നതിന് മുമ്പ് 40-41 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. 41 വർഷം മുമ്പാണ് വിദ്യാർത്ഥിയായത്. അപ്പോൾ ആ വിഷയത്തിൽ ജയിക്കിൻ്റെ ആത്മാർത്ഥതയാണ് എനിക്കും ഉള്ളത്. അപ്പം നമ്മുടെ വീട് ചോരുന്നു എന്ന് പറഞ്ഞാൽ നീ വീടിൻ്റെ ശത്രുവാന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ചോർച്ച അടച്ചാൽ വീട് പൊളിയും. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ, ഞാൻ സർക്കാർ ആശുപത്രി പഠിച്ച ആളാണ്, പ്രവർത്തിച്ച ആളാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ എനിക്കറിയാം. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഈ നമ്പർ പറയുമ്പോഴും ഒരു 30% രോഗികളെയാണ് നമ്മൾ സർക്കാർ ആശുപത്രികൾക്ക് കാറ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 70% പ്രൈവറ്റ് പോവുകയാണ്. എന്തുകൊണ്ടാണ് പ്രൈവറ്റ് പോകുന്നത്? സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നത് പണം വലുതായിട്ട് മുടക്കേണ്ടി വരും, പാവപ്പെട്ടവർ പരമദരിദ്രരാകും. അത് സർക്കാർ ആശുപത്രികളുടെ സൗകര്യക്കുറവാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, 25 വർഷം ഞാനൊരു വീട് വെച്ചു. എൻ്റെ മക്കളും മരുമക്കളും ചെറുമക്കളും ഭാവിയിൽ എല്ലാവരും 25 വർഷം കഴിഞ്ഞാലും 30 വർഷം കഴിഞ്ഞാലും ഈ വീട്ടിൽ ജീവിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിൽ മനുഷ്യർ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സാംക്രമികമല്ലാത്ത രോഗങ്ങൾ കൂടിയൊക്കെ വന്നിട്ട് മനുഷ്യർക്ക് ഒരുപാട് രോഗാതുരതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 80 വയസ്സ് വരെ ജീവിക്കുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ട് ശരാശരി. അത് അമേരിക്കയ്ക്ക് തുല്യമാണെന്ന് പറയുമ്പോൾ അമേരിക്കയിൽ 80 കാർ ഓടിച്ച് നടക്കുന്നത്, നമ്മുടെ അമ്മമാർ പലയിടത്തും കിടപ്പാണ്. ഇപ്പോൾ രോഗാതുരതയുണ്ട്. ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും സൗകര്യങ്ങളും കേരളത്തിൽ ആശുപത്രിയില്ല. മെനഞ്ഞാന്നും ഒരു വെന്റിലേറ്ററിന് വേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഡോക്ടറാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരാൾ. ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം ഞാനിവിടെ പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് നന്നായിരിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാവരുടെ ആവശ്യമാണ്, എല്ലാ പൊതുപ്രവർത്തകരുടെ അല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഡോക്ടറും പറഞ്ഞു, സങ്കീർണതയും കയ്യബദ്ധമൊക്കെ പലതെല്ലാം കൂട്ടിക്കുഴഞ്ഞ് കിടക്കുന്നതാണ്. പലപ്പോഴും നമുക്ക് വേർതിരിക്കാനും പറ്റില്ല. പക്ഷേ നമുക്കിവിടെ ഇല്ലാത്ത അക്കൗണ്ടബിലിറ്റിയാണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അറിയാം. ആ അക്കൗണ്ടബിലിറ്റി ഗവൺമെൻറ്റിലേക്കും വരണം. ഒരു ലയബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് സർക്കാർ ആശുപത്രിയിൽ വെച്ച് ചികിത്സാപ്പിഴ വന്നാൽ ആ ഡോക്ടറിൻ്റെ നഴ്സിൻ്റെ പ്രശ്നം മാത്രമല്ല, ഗവൺമെൻറ് ആശുപത്രിയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരോഗ്യവകുപ്പും മുഖ്യമന്ത്രിയൊക്കെയാണ്. അപ്പോൾ ഗവൺമെൻറ് ആ സംവിധാനം, അത് വ്യക്തികൾക്ക് പ്രാധാന്യമില്ല, മന്ത്രിമാരൊക്കെ കുറച്ച് മുൻമന്ത്രിമാരും ആകും. പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി വേണം. അപ്പോൾ ആ സർക്കാർ ആശുപത്രിയിൽ വന്ന ഒരാൾക്ക് 5 ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ട് 5 പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ടബിലിറ്റിയുടെയും ഉത്തരവാദിത്തത്തിൻ്റെയും പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ടേ പറ്റൂ. നീഡ്സ് കൂടി വരുന്നുണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി വരുന്നതനുസരിച്ച്
ആശുപത്രികൾ വലുതായേ പറ്റൂ, സൗകര്യങ്ങൾ കൂടിയേ പറ്റൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.